കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. ഈ വെസ്റ്റ് ബംഗാളിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അന്നാൻറ്റി പറയട്ടെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുകയാണ്. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നും ഇനി ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലേ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ, നീ ഒന്നു മാത്രമേ. ദോഷം മാത്രമേ ഈ ലോകം തരും, ദോഷമായിട്ടൊന്നും താതൻ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എന്നാത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ, നീ ഒന്നു മാത്രമേ. ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞിയായിരുന്ന മേരി രാജ്ഞി രാജ്യം ഭരിക്കുമ്പോൾ ബെർണാഡ് ഗിൽഫിൻ എന്ന ഒരു ഭക്തനെ ജയിലിൽ അടച്ചു. തന്നിഷ്ടക്കാരിയായ രാജ്ഞി അദ്ദേഹത്തെ മരണത്തിന് വിധിച്ചു. എല്ലാ പ്രഭാതത്തിലും ഈ ഭക്തൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നാൽ ഒരു ദിവസം തൻ്റെ ശിക്ഷ നടപ്പിലാക്കുവാനായി അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. അതിനിടെ താൻ കാൽ വഴുതി ഒന്ന് വീഴുന്നതിനിടയായി. ആ വീഴ്ചയിൽ തൻ്റെ വലതുകാൽ ഒടിഞ്ഞുപോയി. കാൽ ഭേദമാകുന്നതുവരെ ജയിലിൽ തന്നെ പാർപ്പിക്കുവാൻ ജയിലർ ഉത്തരവിട്ടു. ഇതിനിടെ മേരി രാജ്ഞി മരിച്ചു. പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞിയായിട്ട് അധികാരത്തിൽ വന്നത് എലിസബത്ത് ഫസ്റ്റ് ആയിരുന്നു. അവർ ബെർണാഡ് ഗിൽഫിൻ്റെ ശിക്ഷ ഇളവ് ചെയ്യുകയും സ്വതന്ത്രനായി വിട്ടയക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. അന്ന് ആ വീഴ്ചയിൽ തൻ്റെ കാൽ ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ, അല്ലേ? നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വാക്ക് അന്വർത്ഥമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ആ വാക്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വാക്യം റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നു നാം അറിയുന്നു. റോമർ 8:28. ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതെല്ലാം തൻ്റെ നന്മയ്ക്കാണെന്ന് ചിന്തിക്കണമെന്ന് ദൈവം ആ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. മോനെ, മോളെ, നീ ഒരു ദൈവ പൈതലല്ല എങ്കിൽ ഇന്ന് തന്നെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ആ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ ദൈവ പൈതലായി തീരുക. അപ്പോൾ നിനക്ക് ആ ദൈവത്തിൻ്റെ നന്മകളെല്ലാം പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും നിനക്കുണ്ടാകും. ഏത് ദുഃഖ സാഹചര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കർത്താവ് കൂടെയിരിക്കും. നമുക്ക് ആ വാക്യം ഒന്ന് പാടാം. റോമർ 8:28. എന്നാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നു നാം അറിയുന്നു. റോമർ 8:28. God bless you.